ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന് ആശ്വാസമാകുന്ന ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അല്പം മുൻപ് ഉണ്ടായത്. എം സ്വരാജിന്റെ ഹർജി തള്ളിക്കൊണ്ട് കെ ബാബുവിന്റെ നിയമസഭാ പ്രവേശനം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. കെ ബാബുവിനും UDF-നും കോൺഗ്രസിനും വലിയ ആശ്വാസമാകുന്ന ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കെ ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും തന്നെ വിജയമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്നത്തെ എതിർ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായിരുന്ന എം സ്വരാജിന്റെ ഹർജി. ആ ഹർജി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കെ ബാബുവിനെ വിജയമായി നിലനിർത്തുന്ന ഉത്തരവുണ്ടായിരിക്കുന്നത്. ബിനിലാണ് വിവരങ്ങളുമായി. ബിനിൽ, ഉത്തരവിന്റെ മറ്റു വിശദാംശങ്ങൾ. ആ ഉത്തരവിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷിമൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. സ്വരാജിൻ്റെതായി 6 സാക്ഷികളെയാണ് കോടതി മുമ്പാകെ പ്രധാനമായും വിസ്തരിച്ചിരുന്നത്. അവരായിരുന്നു ഈ വോട്ടർ സ്ലിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട കോടതിയിൽ മൊഴി നൽകിയത്. അതോടൊപ്പം തന്നെ ഈ സ്ലിപ്പ് ആരാണ് വിതരണം ചെയ്തതെന്ന കാര്യത്തിൽ, അതായത് UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാർ തന്നെ ഇത് വിതരണം ചെയ്താൽ മാത്രമാണ് ഇതൊരു കറപ്റ്റ് പ്രാക്ടീസായി വരുന്നത്. പക്ഷേ അത്തരത്തിൽ UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ സ്ലിപ്പ് വിതരണം ചെയ്തത് എന്നത് സംശയാതീതമായി കോടതി മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഒരു ക്രിമിനൽ കേസിനെ പോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കേസിലെയും തെളിവുകളുടെ പരിശോധന പ്രധാനമായും നടക്കുന്നത്. കാരണം സംശയാതീതമായി ആ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ എവിഡൻ്റായി വരണം. എന്നാൽ മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി ഇടപെടുകയോ റദ്ദാക്കുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് കോടതി ഇതിൽ സംശയാതീതമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ ഫുൾ പ്രൂഫായി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എം സ്വരാജിൻ്റെ ഹർജി നിരാകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായൊരു വിധിയാണ്. കാരണം അവർ ആശങ്കപ്പെട്ടിരുന്ന ഒരു കേസാണ് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസ്. പ്രത്യേകിച്ച് പ്രതിപക്ഷിയായി കേസ് നിലനിൽക്കുമെന്ന് നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അതിനെതിരെ കെ ബാബു സുപ്രീം കോടതി വരെ നിയമപോരാട്ടം നടത്തിയ കേസാണ്. കെ ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ വലിയ ടെൻഷനിലായിരുന്നു എന്ന കാര്യം. കാരണം ഈ കേസിൽ എന്തായിരിക്കും വിധി എന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടു കൂടി കണ്ട ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് പിടിച്ചു എന്ന് കോടതി കണ്ടെത്തിയാൽ അത് പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണ രംഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതായത് അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ സ്വരാജ് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു ഫ്ലെക്സുകൾ, ബാനറുകൾ, അങ്ങനെ അയ്യപ്പന്റെ ചിത്രവും പേരും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് തന്നെ പരാതി കൊടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തതാണ്. രണ്ടാമത്തേത് വോട്ടർ സ്ലിപ്പിൽ, വോട്ടർമാർക്ക് വോട്ട് ചെയ്തതിന് തൊട്ടു മുൻപ് നിൽക്കുന്ന സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രമുണ്ടായിരുന്നു എന്നതാണല്ലോ. ഇതൊക്കെ അന്ന് ആ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് ഇടതുപക്ഷത്തിൻ്റെതായ പരാതിയായി ബിനിലടക്കമുള്ളവരുടെ മുന്നിൽ വന്നിരുന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് അന്ന് ബിനിൽ കെ ബാബുവുമായി തൃപ്പൂണിത്തുറയിൽ സംസാരിക്കുമ്പോൾ അയ്യപ്പനെ അവഹേളിച്ചയാളാണ് സ്വരാജ് എന്ന അർത്ഥം വരുന്ന തരത്തിലന്ന് മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ പ്രതികരിക്കുന്നുമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് രംഗത്ത് അങ്ങനെ പ്രകടമായി പരസ്യമായി അത്തരം ലംഘനങ്ങൾ അന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. രതീഷ് സൂചിപ്പിച്ചത് കെ ബാബു നമുക്ക് നൽകിയ ഒരു അഭിമുഖമാണ്. ആ അഭിമുഖം പിന്നീട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വലിയ രീതിയിൽ LDF-ന്റെ പ്രചാരണായുധമായി മാറിയ ഒരു വാക്ക് തന്നെയായിരുന്നു. അതായത് BJP-ക്ക് കഴിഞ്ഞ തവണ പോയ വോട്ടുകളടക്കം തനിക്ക് കിട്ടും എന്നതായിരുന്നു കെ ബാബു അന്ന് നമുക്ക് നൽകിയ ഒരു പ്രതികരണത്തിൽ പറഞ്ഞിരുന്നത്. അന്നത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം തന്നെ ശബരിമല വിഷയം ഒരു പ്രധാനപ്പെട്ട ആയുധം UDF-ഉം കെ ബാബുവും ഉപയോഗിച്ചിരുന്നു എന്നത് ശരിയാണ്. കാരണം ഈ എം സ്വരാജിൻ്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട, അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ് ഈ മണ്ഡലത്തിൽ UDF കത്തിച്ചു നിർത്തിയത്. കാരണം കൃത്യമായ രാഷ്ട്രീയ തന്ത്രമറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ ബാബു. കാരണം 5 തവണ CPM-ന് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിച്ചു വന്നയാളാണ്. 2016 അദ്ദേഹം പരാജയപ്പെട്ടു. 2021 ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് കെ ബാബു ചെയ്തത്. അപ്പോൾ എം സ്വരാജിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ശബരിമല തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കറപ്റ്റ് പ്രാക്ടീസിൻ്റെ രീതിയിലേക്ക് വന്നിട്ടില്ല.
ആ സ്ലിപ്പ് വിതരണം അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നത് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ആ മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ശബരിമല കത്തിച്ചു നിർത്തിയിരുന്നു. ആ കത്തിച്ചു നിർത്തിയത് കൊണ്ട് തന്നെയാണ് അതിന് മുൻപത്തെ തവണ, അതായത് കെ ബാബു പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ തുറവൂർ വിശംബരൻ 29,000-ഓളം വോട്ടുകളാണ് BJPക്ക് വേണ്ടി നേടിയത്. ആ ഘട്ടത്തിലാണ് കെ ബാബുവിന് കാലിടർന്നത്. പിന്നീട് KS രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ BJPയുടെ വോട്ടുകൾ കുത്തനെ താഴേക്ക് പോയി. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പിന്നെ ആ റിസൾട്ടിലേക്ക് തന്നെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ വോട്ടുകൾ വന്ന ആ തിരിച്ചുപോക്ക് തന്നെയാണ്. 2016 ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലം 2016 കെ ബാബുവിന് കാലിടങ്ങുന്നു. പിന്നാലെയുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില കറക്റ്റ് അല്ലാത്ത പ്രാക്ടീസ് ഉണ്ടായി കെ ബാബുവിന്റെ ഭാഗത്ത് നിന്നും എന്നതായിരുന്നു വാദം. പക്ഷേ അത് കോടതി അംഗീകരിക്കുന്നില്ല. ബില്ലാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ട് തിരികെ എത്താം.